സഹോദരീ സഹോദരന്മാരെ, ലോകത്തിൻ്റെ ശക്തികൾ നിന്നെ ഒറ്റപ്പെടുത്തുമ്പോൾ നീ തളർന്നു പോകരുത്. ആ നേരത്ത് വാഗ്ദത്തം തന്നവനിൽ വിശ്വാസത്തോടെ നോക്കിയാൽ നിനക്ക് കാണാൻ കഴിയും ദൈവത്തിൻ്റെ സൈന്യം നിനക്ക് ചുറ്റും ഇറങ്ങി നിൽക്കുന്നത്. അതെ, നീ വിലയേറിയവനും മാന്യനുമായിട്ട് അവിടുന്ന് നിന്നെ കണ്ടിരിക്കുകയാണ്. വിശ്വസിക്കുക, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരത്ഭുതം നടക്കാനായിട്ട് പോകുകയാണ്. ലോകത്തിന് നാനാഭാഗത്തിരുന്നു കൊണ്ട് അനവധി മീഡിയയിലൂടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന, ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ പ്രേക്ഷകരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡ് അനേകർക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് കേട്ടാൽ ദൈവത്തെ സ്തുതിക്കുന്നു. നിശ്ചയമായിട്ടും ഇന്നത്തെ എപ്പിസോഡിലൂടെ സ്വർഗസ്ഥനായ ദൈവം നിങ്ങളോട് ഹൃദ്യമായി സംസാരിക്കാനായിട്ട് പോകുകയാണ്. ഫേസ്ബുക്ക് പേജിനകത്തൂടെ, യൂട്യൂബ് ചാനലിലൂടെ, മറ്റ് മീഡിയയിലൂടെയൊക്കെ ഞങ്ങളെ കാണുന്ന, ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ആദ്യമായിട്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. നിശ്ചയമായിട്ടും സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ ഫേവർ കൊണ്ടാണ് നിങ്ങൾക്ക് ഇന്ന് ഈ സന്ദേശം കേൾക്കാനായിട്ടിടയായി തീർന്നത്. വളരെ പ്രതീക്ഷയോടെ, വളരെ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുക. ഈ ശുശ്രൂഷയുടെ ആരംഭം മുതൽ അവസാനം വരെ ഇതിൽ പങ്കെടുക്കുക. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ഇന്നത്തെ എപ്പിസോഡ് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ബാംഗ്ലൂരിലായിരിക്കുന്ന ഒരു കുടുംബം, ആ പ്രിയ കുടുംബത്തിലെ തലമുറകൾ വന്നിട്ട് UK ആ പ്രിയ ഭവനത്തെ നമ്മൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പോകുകയാണ്. പ്രത്യേകിച്ച് സിസ്റ്റർ ദൃശ്യ, ഷെറിൻ, ജെറി, ഇവരെ, ഈ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. UK ദേശത്ത് ആയിരിക്കുന്ന ഈ കുടുംബത്തെ ഈ അവസരത്തിൽ നമ്മൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നു. ആ ദേശത്ത്, UK ദേശത്ത് സ്ഥിരമായി നിൽക്കേണ്ടതിന് പ്രത്യേകം പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ ഈ കുടുംബം ഒരു തലമുറയ്ക്കായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ 2024 തന്നെ ഒരത്ഭുതം നടക്കേണ്ടതിനായിട്ട് നമ്മൾ ഒരുമിച്ച് ഈ ഭവനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കാനായിട്ട് പോകുകയാണ്. ദൈവത്തിൻ്റെ വലിയ അത്ഭുത പ്രവൃത്തി ഉണ്ടായി വരേണ്ടതിനെ അനുഗ്രഹിച്ച് നമുക്ക് ഈ കുടുംബത്തെ ബ്ലസ് ചെയ്യാം. ദൈവത്തിൻ്റെ ഫേവർ ഈ കുടുംബത്തിൽ ഉണ്ടായി വരട്ടെ. ആയുസ്സും ആരോഗ്യം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സാമ്പത്തിക നന്മകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ ബാംഗ്ലൂരിലായിരിക്കുന്ന പേരൻസ് ദൈവത്താൽ മാന്യരായി തീരട്ടെ. കൂടപ്പിറപ്പുകൾ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. അങ്ങനെ എല്ലാ നിലകളിലും ദൈവത്തിൻ്റെ അനുകൂലത ഈ കുടുംബത്തിൽ വാഴേണ്ടതിന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും തക്ക സമയത്തും മറുപടി ഉണ്ടായി വരേണ്ടതിന് നമുക്കൊരുമിച്ച് കരങ്ങൾ കോർക്കാം. ലോകത്തിൻ്റെ നാനാഭാഗത്തിരുന്നു കൊണ്ട് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നവര് എല്ലാവരും ഇന്ന് കരങ്ങൾ കോർത്ത് പിടിച്ചാട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് UK സിസ്റ്റർ ദൃശ്യ, ഷെറിൻ, ജെറി ഇവർക്കായി പ്രാർത്ഥിക്കുന്നു. UK ദേശത്തായിരിക്കുന്ന കുടുംബത്തെ ഈ അവസരത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. UK ദേശത്ത് സ്ഥിരമായി നിൽക്കേണ്ടതിനെ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ഈ കുടുംബം ഒരു തലമുറയ്ക്കായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. തക്ക സമയത്ത് സ്വർഗസ്ഥനായ ദൈവം അത്ഭുതത്തെ ചെയ്താട്ടെ. ദൈവത്തിൻ്റെ വലിയ അത്ഭുത പ്രവൃത്തി ഉണ്ടായി വരേണ്ടതിന് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ഫേവർ ഈ കുടുംബത്തിൽ വാഴേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ആയുസ്സും ആരോഗ്യം ഉണ്ടാകട്ടെ, സാമ്പത്തിക നന്മകൾ ഉണ്ടായി വരട്ടെ. ബാംഗ്ലൂരിലായിരിക്കുന്ന പേരൻസ് ദൈവത്താൽ മാന്യരായി തീരട്ടെ. കൂടപ്പിറപ്പുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അങ്ങനെ എല്ലാ നിലകളിലും ദൈവത്തിൻ്റെ അനുകൂലത ഈ കുടുംബത്തിൽ വാഴേണ്ടതിന് ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും തക്ക സമയത്ത് മറുപടി ഉണ്ടായി വരട്ടെ. യേശു കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. പ്രിയരെ, UK ദേശത്ത് സ്വർഗസ്ഥനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടെ തുടർന്ന് നിൽക്കാനായിട്ട് വലിയവനായ ദൈവം അത്ഭുതങ്ങളെ ചെയ്യാൻ പോകുന്നു. ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. തുടർന്ന് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെ നമ്മൾ ശ്രവിക്കാൻ പോകുകയാണ്. വളരെ പ്രതീക്ഷയോടെ, വളരെ പ്രാർത്ഥനയോടുകൂടെ ഏവരെയും ഒരിക്കൽ കൂടെ ഈ ശുശ്രൂഷയിലേക്ക് ഞങ്ങൾ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സഹോദരങ്ങളെ, ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനമായി ഓടിയെത്താൻ കഴിഞ്ഞതിൽ ദൈവത്തെ സ്തുതിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടുകൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാനായിട്ട് ദൈവനാമത്തിൽ ഓർപ്പിക്കുകയാണ്. ഇന്ന് ഞങ്ങളുടെ സന്ദേശത്തിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് യേശു ഇന്നും അത്ഭുതത്തെ ചെയ്യുന്നു, അവനെന്നും ജീവിക്കുന്നു. ഇങ്ങനെയുള്ള പദപ്രയോഗങ്ങൾ നമ്മൾ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇന്ന് ഈ വിഷയത്തെ ആസ്പദമാക്കിയാണ് തിരുവചനം നിങ്ങളോട് ശുശ്രൂഷിപ്പാനായിട്ട് പോകുന്നത്. മർക്കോസ് സുവിശേഷം 9:23 ശ്രദ്ധിച്ചാട്ടെ. യേശു അവനോട്,
നിന്നാൽ കഴിയും എങ്കിലെന്നോ, വിശ്വസിക്കുന്നവന് സകലവും കഴിയും എന്ന് പറഞ്ഞു. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചാട്ടെ. ഞാൻ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുകയാണ്. ഈ ശുശ്രൂഷ ലൈവായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ അത്ഭുതത്തിൽ വിശ്വസിക്കുകയാണ്. നിങ്ങളും അങ്ങനെ തന്നെയാണെന്ന് ഞാൻ കരുതട്ടെ. വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുന്ന ഒരു മനുഷ്യനെ ദൈവം അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യുന്നു. നിങ്ങളൊരു പക്ഷേ ഈ സന്ദേശം വളരെ പ്രാർത്ഥനയോടുകൂടെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾ വിശ്വാസികളായിരിക്കാം, വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുന്നവരായിരിക്കാം. നിങ്ങളെ സ്വർഗസ്ഥനായ ദൈവം അനുഗ്രഹിപ്പാൻ വിശ്വസ്തനാണ്, മാനിപ്പാൻ വിശ്വസ്തനാണ്. ഓരോ രാജ്യങ്ങളിലും ക്രയവിക്രയങ്ങൾ നടത്താൻ അതാത് ദേശത്തിൻ്റെ കറൻസികൾ ഉപയോഗിക്കുന്നത് പോലെ സ്വർഗത്തിലെ ക്രയവിക്രയത്തിൻ്റെ നാണയം എന്ന് പറയുന്നത് അത് വിശ്വാസമാണ്. സ്വർഗത്തിലെ ക്രയവിക്രയത്തിൻ്റെ നാണയം പ്രാർത്ഥനയും വിശ്വാസവുമാണ്. അങ്ങനെയെങ്കിൽ വിശ്വാസം കൊടുത്ത് അനുഗ്രഹം, വിശ്വാസം കൊടുത്ത് അഭിവൃദ്ധി, വിശ്വാസം കൊടുത്ത് നേട്ടങ്ങൾ, വിശ്വാസം കൊടുത്ത് അത്ഭുതങ്ങൾ, വിശ്വാസം കൊടുത്ത് ഉയർച്ചകൾ, വിശ്വാസം കൊടുത്ത് ലാഭം എന്നിവ നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് കഴിയും. ഇനി മീഖാ പ്രവചനത്തിലേക്ക് കടന്നു വരാം. മീഖാ പ്രവചനം 7:19 നോക്കുക. അവൻ നമ്മോട് വീണ്ടും കരുണ കാണിക്കും, നമ്മുടെ അകൃത്യങ്ങളെ ചവിട്ടിക്കളയും, അവരുടെ പാപങ്ങളെ ഒക്കെയും നീ സമുദ്രത്തിൻ്റെ ആഴത്തിൽ ഇട്ടുകളയുകയും എന്ന വേദഭാഗമാണ് നമുക്കവിടെ വായിക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. മറ്റൊരു വാക്യം മത്തായി 9:6 എങ്കിലും ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷവാതക്കാരനോട് എഴുന്നേറ്റ് കിടക്കിയെടുത്ത് വീട്ടിൽ പോക എന്ന് പറഞ്ഞു. ഇനി മർക്കോസ് 2:7 നോക്കുക. ദൈവം ഒരുവൻ അല്ലാതെ പാപങ്ങളെ മോചിപ്പാൻ കഴിയുന്നവൻ ആരെന്ന് ഹൃദയത്തിൽ ചിന്തിച്ചുകൊണ്ടിരുന്നു. മറ്റൊരു വാക്യം ഇങ്ങനെയാണ്, റോമർ 10:13 കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും എന്നുണ്ടല്ലോ. ഇനി ശ്രദ്ധിച്ചാട്ടെ, ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതി വയ്ക്കാം. ദൈവ മകൻ ആയാൽ, ദൈവ മകളായാൽ അവൻ നമ്മെ സ്വന്തം മക്കളായി കാണുകയാണ്. നിങ്ങൾ ദൈവമകനോ മകളോ ആയി തീർന്നു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വന്തം മക്കളായിട്ട് അവൻ പരിഗണിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അവൻ മറുപടി തരികയാണ്. എപ്പോഴാണ്? നിങ്ങളൊരു ദൈവ പൈതലായി മാറുമ്പോൾ. നമ്മെ സഹായിപ്പാൻ തൻ്റെ ദൂതന്മാരെ അയക്കുകയാണ്. എപ്പോഴാണ്? അവൻ്റെ മക്കളായി, മകനും മകളുമായി മാറിക്കഴിയുമ്പോൾ. യേശു കർത്താവ് അപമാനിക്കപ്പെട്ടതുപോലെ നിങ്ങൾ ഒരിക്കലും അപമാനിക്കപ്പെടാൻ സാധ്യതയില്ല എന്ന് ഞാൻ പറയട്ടെ. ക്രൂശിൽ അവൻ അപമാനിക്കപ്പെട്ടതുപോലെ, ക്രൂശിൽ അവൻ ക്ലേശം സഹിച്ചതുപോലെ, ക്രൂശിൽ അവൻ നിന്ന അനുഭവിച്ചതുപോലെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ആരും അങ്ങനെ ആയിരിക്കാൻ ഒരിക്കലും അങ്ങനെ ആയിരിക്കയില്ല എന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്കൊരിക്കലും അങ്ങനെ ആകാൻ കഴിയത്തില്ല. അവൻ അപമാനിക്കപ്പെട്ടതുപോലെ നിങ്ങൾ ഒരിക്കലും അപമാനിക്കപ്പെട്ടിട്ടേയില്ല. ആകയാൽ പിതാവാം ദൈവം നിങ്ങളെ സഹായിക്കാതെ ഇരിക്കുകയില്ല. ആരെയാണ് ദൈവം സഹായിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? തൻ്റെ മക്കളെ അവൻ സഹായിക്കുകയാണ്. എന്തിന് അവൻ നമ്മെ സഹായിക്കണം? അവൻ വിശ്വസ്തനാകയാൽ. സഹോദരങ്ങൾ, എന്തുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അവൻ മറുപടി തരേണ്ടത്? എന്തുകൊണ്ടാണ് അവൻ നമ്മളെ സഹായിക്കേണ്ടത്? എന്തുകൊണ്ടാണ് നമ്മുടെ മേൽ അവൻ ഫേവർ ചൊരിയേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹി ഈസ് ദ ഫെയ്ത്ത്ഫുൾ ഗാഡ്. അവൻ വിശ്വസ്തനായ ദൈവമാകയാൽ അവൻ നമ്മളെ സഹായിക്കുകയാണ്. വേദപുസ്തകം പറയുന്നു, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കും ഉള്ളത്. അപ്പോൾ തന്നെ ഓർക്കേണ്ട കാര്യം, അവിശ്വാസമുണ്ടെങ്കിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയത്തേയില്ല. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവിശ്വാസത്തോടുകൂടെ
നിങ്ങളുടെ ഹൃദയത്തിൽ അങ്ങനെ ഒരു വിത്തുണ്ടെങ്കിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയത്തില്ല. എന്നാൽ വിശ്വാസമുണ്ടെങ്കിൽ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന വചനം നിങ്ങളിൽ ക്രിയ ചെയ്യാനായിട്ടിടയായിത്തീരും. നിങ്ങളുടെ ഹൃദയത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്കിന്നൊരു അത്ഭുതത്തെ കാണാൻ കഴിയും. നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ രോഗികളാണെങ്കിൽ നിങ്ങൾ സൗഖ്യമാകാൻ പോകുകയാണ്. മത്തായി 13:58 നോക്കുക. അവരുടെ അവിശ്വാസം നിമിത്തം അവിടെ വളരെ വീര്യപ്രവർത്തികളെ ചെയ്തില്ല. ശ്രദ്ധിച്ചാട്ട, ആ വചനത്തിന്റെ അടിയിൽ മാർക്ക് ചെയ്യാം. അവരുടെ അവിശ്വാസം നിമിത്തം അവിടെ വളരെ വീര്യപ്രവർത്തികളെ ചെയ്തില്ല. യേശു ക്രിസ്തുവിന് പോലും അവിശ്വാസം ഉണ്ടായ മേഖലയിൽ, ആ മണ്ഡലങ്ങളിൽ അത്ഭുതങ്ങളെ ചെയ്യാൻ കഴിഞ്ഞില്ല. ഇനി മർക്കോസ് 6:5-6 വചനങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. ഏതാനും ചില രോഗികളുടെ മേൽ കൈവച്ച് സൗഖ്യം വരുത്തിയത് അല്ലാതെ അവിടെ വീര്യപ്രവൃത്തി ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. 6-ാമത്തെ വാക്യം, അവരുടെ അവിശ്വാസം ഹേതുവായി അവൻ ആശ്ചര്യപ്പെട്ടു. അവൻ ചുറ്റുമുള്ള ഊരുകളിൽ ഉപദേശിച്ചും കൊണ്ട് സഞ്ചരിച്ചു പോന്നു. മറ്റൊരു ഭാഷയിൽ, തർജ്ജമയിൽ ഇങ്ങനെയാണ്: ചില ചെറിയ രോഗികളെ മാത്രം സൗഖ്യമാക്കി എന്ന് കാണുന്നു. എന്തുകൊണ്ടാണ്? അവരുടെ അവിശ്വാസം നിമിത്തം. കുറച്ച് രോഗികളെ മാത്രം, ചില ചെറിയ രോഗികളെ മാത്രമേ സൗഖ്യമാക്കാൻ കഴിഞ്ഞുള്ളൂ. ആയതിനാൽ ഓർക്കുക പ്രിയരെ, വിശ്വാസത്തിന് ശക്തി ഉള്ളതുപോലെ അവിശ്വാസത്തിനും ശക്തിയുണ്ട്. എഴുതി വയ്ക്കാം. പേനയും പേപ്പറും എടുത്ത് എഴുതി വെച്ചാട്ടെ, നോട്ട്ബുക്കിൽ എഴുതി വെച്ചാട്ടെ. വിശ്വാസത്തിന് ഇതുപോലെ എങ്ങനെയാണോ ശക്തിയുള്ളത്, അതുപോലെ അവിശ്വാസത്തിനും ശക്തിയുണ്ട്. നിങ്ങൾ പറയുന്ന അവിശ്വാസത്തിന്റെ വാക്കുകൾക്ക് ശക്തിയുണ്ട്. വിശ്വാസത്തിന് ശക്തി ഉള്ളതുപോലെ. അതുകൊണ്ട് എന്ത് ചെയ്യണം? വിശ്വാസം പറയാൻ തുടങ്ങണം. അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് ദുരിതം അനുഭവിക്കുന്ന നിർത്തിയിട്ട് വിശ്വാസം പറയാൻ തുടങ്ങുക. എന്തുകൊണ്ടാണ്? വിശ്വാസത്തിന് ശക്തി ഉള്ളതുപോലെ അവിശ്വാസത്തിനും ശക്തി ഉള്ളത് കൊണ്ട്. വളരെ ശ്രദ്ധിച്ചാട്ടെ. അതുകൊണ്ട് മാത്രമായിരിക്കാം യേശു കർത്താവ് പല ഇടത്തും എല്ലാ ശിഷ്യന്മാരെയും രോഗിയുടെ മുമ്പിലേക്ക് കൊണ്ടുപോകാതെ ഇരുന്നതെന്ന് ഞാൻ കരുതുകയാണ്. ശിഷ്യന്മാരെ എല്ലായിടത്തും കർത്താവ് കൊണ്ടുപോയില്ല, രോഗിയുടെ മുമ്പിൽ കൊണ്ടുപോയില്ല. എന്തുകൊണ്ടാണ്? അവരുടെ അവിശ്വാസം നിമിത്തമായിട്ട് അവിടെ അത്ഭുതങ്ങൾ നടക്കാൻ സാധ്യതയില്ലെന്ന് കർത്താവ് നേരത്തെ മുൻകൂട്ടി അറിഞ്ഞത് കൊണ്ടായിരിക്കാം. ഞാൻ നിങ്ങളോട് വീണ്ടും പറയുകയാണ്, അവിശ്വാസത്തിന്റെ വാക്കുകൾ പറയുമ്പോൾ, അവിശ്വാസത്തിന്റെ ചിന്ത വരുമ്പോൾ ദൈവിക പ്രവൃത്തി തന്നെ തടഞ്ഞു നിർത്താനായിട്ട് സാധ്യമായി തീരും. ദൈവിക പ്രവൃത്തി തടയാൻ പറ്റും. എപ്പോഴാണ്? അവിശ്വാസത്തിന്റെ വാക്കുകൾ പറയുമ്പോൾ, അവിശ്വാസത്തിന്റെ ചിന്ത വെളിപ്പെടുമ്പോൾ. അത്യുന്നതനായ ദൈവത്തിന്റെ ഉദ്ദേശങ്ങളെ ഇല്ലാതാക്കാൻ കഴിയും. എപ്പോഴാണ്? അവിശ്വാസം വരുമ്പം. അത്യുന്നതനായ ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾ, പർപ്പസ് എല്ലാം തടയാൻ പറ്റും, ഇല്ലാതാക്കാൻ പറ്റും. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇന്നു മുതൽ വിശ്വാസം പറയാൻ തുടങ്ങണം. വിശ്വാസത്താൽ ജീവിക്കണം. വിശ്വാസത്താൽ കാൽച്ചുവടുകൾ എടുത്തു വയ്ക്കണം. വിശ്വാസത്തിന്റെ വാക്കുകൾ പറയണം. വിശ്വാസത്തിന്റെ വചനങ്ങൾ പറയണം. എന്തുകൊണ്ട്? അവിശ്വാസം പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ പ്രവൃത്തികളെ തടഞ്ഞു നിർത്താൻ കഴിയും. അത്യുന്നതനായ ദൈവത്തിന്റെ ഉദ്ദേശങ്ങളെ ഇല്ലാതാക്കാൻ കഴിയും. എപ്പോഴാണ്? അവിശ്വാസത്തിന്റെ വാക്കുകൾ നിങ്ങൾ പറയുമ്പോൾ. യേശു ക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്ന ജനം ആഹാരം എവിടെ നിന്ന് കിട്ടും, വസ്ത്രം എവിടെ നിന്ന് കിട്ടും എന്ന ചെറിയ ചെറിയ ആവശ്യങ്ങളുടെ മുമ്പിൽ പോലും അവര് പതറിപ്പോകുകയാണ്. കാക്കക്കുഞ്ഞിനെ പോലും ആഹാരം കൊടുക്കുവാൻ, എൻ്റെ ആവശ്യങ്ങളും തക്ക സമയത്ത് നിറവേറ്റി തരുമെന്ന് വിശ്വസിക്കാൻ, പറയാൻ ഇടയാകാതിരുന്നത് അവരുടെ അവിശ്വാസ നിമിത്തമാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ? ഇന്ന് ഈ സന്ദേശം വ്യത്യസ്ത മീഡിയയിലൂടെ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയുടെ ദേശത്തിരുന്നു കൊണ്ട്, ഓസ്ട്രേലിയ ദേശത്തിരുന്നു കൊണ്ട്, യൂറോപ്പിൻ്റെ ദേശത്തിരുന്നു കൊണ്ട്, ആഫ്രിക്കൻ ഭൂഖണ്ഡങ്ങളിൽ ഇരുന്നു കൊണ്ട്, ഏഷ്യയുടെ പല ഭാഗങ്ങളിലും ഇരുന്നു കൊണ്ട് ഇന്ന് ഈ സന്ദേശം നിങ്ങൾ മീഡിയയിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ദിനംതോറുമുള്ള ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുമെന്ന്
വിശ്വസിക്കാനായിട്ട് നിങ്ങൾക്ക് തയ്യാറാണോ? നിങ്ങൾ തയ്യാറാണോ? എൻ്റെ ആവശ്യങ്ങൾ, ദിനംതോറുമുള്ള ആവശ്യങ്ങൾ എൻ്റെ ദൈവം എനിക്ക് നിറവേറ്റി തരുമെന്ന് എനിക്ക് വിശ്വാസമുണ്ടെന്ന് പറയാനായിട്ട് തയ്യാറാണോ? അതോ കഷ്ടവും നഷ്ടവും കണ്ണുനീരും എൻ്റെ കൂടപ്പിറപ്പാണ്, എൻ്റെ കൂടെ ജനിച്ചതാണെന്നും പറഞ്ഞ് എന്നും വിലപിച്ചുകൊണ്ടേയിരിക്കുമോ? അങ്ങനെയുള്ളവരോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ഇന്ന് അതിനോട് ഗുഡ് ബൈ പറഞ്ഞിട്ട് വിശ്വാസം പറയാൻ തുടങ്ങുക. ഇന്ന് അതിനോട് അവിശ്വാസത്തോട് ഗുഡ് ബൈ പറഞ്ഞിട്ട് വിശ്വാസത്തിന്റെ വചനങ്ങൾ പറയാൻ തുടങ്ങുക. കർത്താവ് നിങ്ങളെ മാനിക്കാൻ പോകുന്നു. മത്തായി 11:12 ശ്രദ്ധിച്ചാട്ടെ. യോഹന്നാൻ സ്നാപകന്റെ നാളുകൾ മുതൽ ഇന്നേ വരെ സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു. ബലാത്കാരികൾ അതിനെ പിടിച്ചടക്കുന്നു. ശ്രദ്ധിച്ചാട്ടെ, വേദപുസ്തകത്തിൽ ഏകദേശം വേദപണ്ഡിതാക്കന്മാരുടെ അഭിപ്രായത്തിൽ ഏകദേശം 486 പ്രാവശ്യം വിശ്വാസം എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു എന്നാണ് അവർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. 486 പ്രാവശ്യം എഴുതി വെച്ചാട്ടെ. വേദപുസ്തകത്തിൽ 486 പ്രാവശ്യം വിശ്വാസം എന്ന പദം പ്രയോഗിച്ചിരിക്കുന്നു എന്ന് സ്കോളേഴ്സ്, വേദ പഠിതാക്കന്മാർ അഭിപ്രായപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ യേശു കർത്താവ് വിശ്വാസം എന്ന വാക്ക് പലപ്പോഴായിട്ട് അനേക ഇടങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്നു. മത്തായി 7:30 അവിടെ കാണുകയാണ്. പത്രോസ് വെള്ളത്തിലൂടെ നടക്കുകയാണ്. അതെ, വെള്ളത്തിലൂടെ നടന്ന ഏക മനുഷ്യൻ പത്രോസ് ആയിരുന്നു. വെള്ളത്തിൻ്റെ മുകളിലൂടെ നടക്കാൻ സാധിക്കുകയില്ല ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ യേശു കർത്താവ് പത്രോസിനോട് പറഞ്ഞു, വരിക എന്ന് പറഞ്ഞപ്പോൾ അവൻ വെള്ളത്തിന് മുകളിലൂടെ നടക്കാനായിട്ട് കഴിഞ്ഞു. അസാധ്യമായ കാര്യമായിരുന്നു എങ്കിലും, ശ്രദ്ധിച്ചാട്ട്, അസാധ്യമായ കാര്യമായിരുന്നുവെങ്കിൽ പത്രോസ് ആഗ്രഹിച്ചത് തനിക്ക് ലഭിച്ചിരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇന്ന് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളെല്ലാം മനുഷ്യരുടെ മുമ്പിൽ അസാധ്യമാണെന്നാൽ നിങ്ങൾ ആഗ്രഹിച്ച് കണ്ണുനീരോട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്കത് ലഭിക്കാൻ പോകുന്നു. എന്നാൽ പത്രോസ് തിരമാലകളെ കണ്ട് പേടിച്ചു. പത്രോസ് എപ്പോഴാണ് മുങ്ങാൻ തുടങ്ങിയത്? അവൻ തിരമാലകളെ കണ്ട് പേടിക്കാൻ തുടങ്ങിയപ്പോൾ, കർത്താവിൽ നിന്ന് ശ്രദ്ധ മാറിയപ്പോൾ അവൻ മുങ്ങി താഴാനായിട്ട് തുടങ്ങി. നിങ്ങൾ അവിശ്വാസം പറഞ്ഞ് അല്ലെങ്കിൽ ഭയപ്പെട്ട് മുങ്ങിത്താഴുന്നവരാണോ? താണുകൊണ്ടിരിക്കുന്ന എല്ലാ മേഖലയിലും നിങ്ങൾ മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളാണോ? പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. വിശ്വാസം പറയാൻ തുടങ്ങുക. നോട്ടം യേശു ക്രിസ്തുവിലായിരിക്കട്ടെ. യേശു തൻ്റെ വചനത്താൽ പാറയെ പോലെ ആക്കി തീർത്ത വെള്ളത്തെ വീണ്ടും വെള്ളമാക്കാൻ അവൻ്റെ സംശയത്തിന് പേടിക്ക് കഴിവുണ്ടായിരുന്നു. പത്രോസ് എന്തുകൊണ്ടാണ് വെള്ളത്തിൻ്റെ മുകളിലൂടെ നടന്നുകൊണ്ടിരുന്ന പത്രോസ് എന്തുകൊണ്ട് താഴാൻ തുടങ്ങിയത്? അവൻ്റെ സംശയത്തിന്, അവൻ്റെ ഭയത്തിന് അവനെ മുക്കിക്കളയാൻ തക്കതായിട്ടുള്ള അവസരം ഉണ്ടായി വരികയാണ്. അതെ, നിങ്ങളുടെ ഭയത്തിന് മുങ്ങിത്താഴാനുള്ള ശക്തി ഉണ്ടെന്നറിയുക. നിങ്ങൾ ഭയപ്പെടുന്നത്, നിങ്ങളൊരു പക്ഷേ ഭയപ്പെടുന്ന കാര്യങ്ങൾ, നിങ്ങൾ അവിശ്വസിക്കുന്ന കാര്യങ്ങൾ, അതെല്ലാം നിങ്ങൾ മുങ്ങിത്താഴാനുള്ള തരത്തിൽ നിങ്ങളുടെ ഭയത്തിന് ശക്തിയുണ്ട്. അതുകൊണ്ട് ഭയത്തെ മാറ്റിക്കളയുക. ദൈവാത്മാവിൽ വിശ്വാസം പറഞ്ഞ് മുന്നേറുക. മത്തായി 14:28 തൊട്ട് 31 വരെ നിങ്ങളൊന്ന് വായിക്കണം. 31-ാം വാക്യം, യേശു ഉടനെ കൈനീട്ടി അവനെ പിടിച്ചു. മുങ്ങി താഴാൻ പോയ പത്രോസിനെ കൈനീട്ടി പിടിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, അല്പവിശ്വാസിയെ നീ എന്തിനെ സംശയിച്ചു എന്ന് പറഞ്ഞു. നമ്മുടെ ദൈവം ആരാണെന്ന് ഞാൻ പറയാൻ പോകുകയാണ്. മുങ്ങിത്താഴാൻ പോയ പത്രോസിനെ വെള്ളത്തിലേക്ക് മുക്കിക്കളഞ്ഞില്ല. അവൻ അല്പവിശ്വാസിയായിരുന്നിട്ടും അവൻ്റെ കരങ്ങൾക്ക് പിടിച്ച് പൊക്കിയെടുത്തിട്ട് ചോദിച്ചു, അല്പവിശ്വാസിയെ നീ എന്തിന് സംശയിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പത്രോസേ, നിന്റെ സംശയമാണ് നിന്നെ വെള്ളത്തിലേക്ക് മുക്കിക്കളഞ്ഞത്, നിന്റെ ഭയമാണ് നിന്നെ വെള്ളത്തിലേക്ക് മുക്കിക്കളഞ്ഞതെന്നാണ് അത് അർത്ഥമാക്കുന്നത്. നമ്മുടെ ദൈവം ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? എഴുതി വച്ചാട്ടെ. വലിയ വലിയ കാര്യങ്ങളെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവനെ അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കുന്നവനാണ് എൻ്റെ ദൈവം. എഴുതി വച്ചാട്ടെ. വലിയ വലിയ കാര്യങ്ങളെ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ നിങ്ങളെ അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കുന്നവനാണ് എൻ്റെ ദൈവം. ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇതിന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊരു പക്ഷേ വലിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി ജീവിതമായിരിക്കാം. നിങ്ങളൊരു പക്ഷേ വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്ന വ്യക്തി ജീവിതമായിരിക്കാം. ദൈവം ആരും നിങ്ങളെ പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും വലിയവനായി ദൈവം നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നവനാണെന്ന് ഈ വചന ശുശ്രൂഷയിലൂടെ പറയുന്നതിൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ്.
ചിലർ പറയാറുണ്ട്, മിക്കവാറും ഉള്ളവരുടെ അനുഭവം ഞാൻ പഠിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി, പലരും വളർന്നു വരാതിരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവരെ ആരും പ്രോത്സാഹിപ്പിക്കാനില്ല. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സ്നേഹിതൻ വിളിച്ചിട്ട് പറഞ്ഞു, മകള് നല്ല നിലയിൽ പ്ലസ് ടു ഒക്കെ പാസ്സായി, കഴിഞ്ഞ ദിവസത്തെ പരീക്ഷയ്ക്കൊക്കെ പാസ്സായി, പക്ഷേ അവൾ വളരെ നിരാശയിലാണ്. എന്താണ് കാര്യം ചോദിച്ചപ്പോൾ, നല്ല മാർക്ക് ലഭിച്ചത് കൊണ്ട് തന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ ആരുമില്ല, അതുകൊണ്ട് വളരെ നിരാശയിലായിരിക്കുകയാണ്. സഹോദരങ്ങളെ, പലരും മുരടിച്ചു പോയത് പ്രോത്സാഹന വാക്കുകളില്ലാതെ പോയത് നിമിത്തമായിട്ടാണ്. പ്രോത്സാഹത്തിലൂടെ വളർച്ച പ്രാപിച്ച ധാരാളം ലോക നേതാക്കന്മാരുണ്ട്. ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ആരും തന്നെ പ്രോത്സാഹന വാക്കുകൾ തന്നില്ലെങ്കിലും വലിയവനായ ദൈവം നിങ്ങളുടെ വലിയ വലിയ കാര്യങ്ങളെ നിങ്ങൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ നിങ്ങളെ അങ്ങേയറ്റം പ്രോത്സാഹിപ്പിച്ചിരിക്കും. അത് അല്പവിശ്വാസം കൊണ്ട് പത്രോസിന് വെള്ളത്തിന്മീതെ നടക്കുവാൻ കഴിഞ്ഞെങ്കിൽ, വീണ്ടും പറയുന്നു, അല്പവിശ്വാസം കൊണ്ട് എനിക്കും നിങ്ങൾക്കും വൻ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. അല്പവിശ്വാസം മാത്രമേ പത്രോസിന് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് പത്രോസിനെ നോക്കി, അല്പവിശ്വാസി എന്ന് എന്തിന് സംശയിക്കുന്നു എന്ന് ചോദിച്ചത്. അല്പവിശ്വാസം മതി, ചെറിയൊരു വിശ്വാസം മതി. അതിനാലാണ് യേശു കർത്താവ് കടുകുമണിയുടെ വിശ്വാസമെന്ന് പല വേദഭാഗങ്ങളിലും പറഞ്ഞിരിക്കുന്നത്. മത്തായി 17:21 ശ്രദ്ധിച്ചാട്ടെ, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും, നിങ്ങൾക്കൊന്നും അസാധ്യമാകത്തില്ല. ആ വചനം അങ്ങനെ അവസാനിക്കുന്നത്, ഞാൻ പറഞ്ഞതല്ല. യേശു ക്രിസ്തു പറയുകയാണ്, നിങ്ങൾക്ക് ഒന്നും അസാധ്യമാകത്തില്ല. എപ്പോഴാണ്? നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് സംഭവിക്കാൻ പോവുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ വിശ്വാസത്തിന് ശക്തിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിശ്വാസത്തിന് ശക്തിയുണ്ട്, ശാപവാക്കുകൾക്ക് ശക്തിയുണ്ടെന്നറിയുക. കഴിഞ്ഞ ദിവസം ഒരു മാതാവും പിതാവും എന്നെ വിളിക്കാനായിട്ടിടയായി തീർന്നു. അവരുടെ 3 മക്കൾ അവർ പഠനത്തിൽ ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരുന്നപ്പോൾ, അവർ പ്രൊഫഷണൽ കോഴ്സിലേക്കൊക്കെ പോയി കഴിഞ്ഞപ്പോൾ 1-2 സബ്ജക്റ്റിനൊക്കെ അവർ മാർക്ക് കുറഞ്ഞപ്പോൾ മാതാപിതാക്കന്മാർ അവരെ ശാപവാക്കുകൾ പറയാൻ തുടങ്ങി. എന്താ സംഭവിച്ചത് നിങ്ങൾക്കറിയാമോ? ഈ 3 മക്കളും പഠിക്കാൻ പ്രഗത്ഭരായിരുന്നു, മിടുക്കരായിരുന്നു. പക്ഷേ അവർ പഠനമൊക്കെ നല്ല നിലയിൽ കംപ്ലീറ്റ് ചെയ്തു. അവർക്കൊരു ജോലി ലഭിക്കുന്നില്ല. അവരുടെ ഉള്ളിൽ തന്നെ ഒരു വിശ്വാസമില്ല. അവർ മുറിക്കകത്ത് കഥ അടച്ച് കയറിയിരിക്കുകയാണ്, നിരാശയിൽ കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ അവരോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, കഴിഞ്ഞ കാലങ്ങളിൽ പേരൻസ് പറഞ്ഞ ശാപവാക്കുകൾ നിമിത്തം അവരനുഗ്രഹിക്കപ്പെടാതെ പോയിരിക്കുന്നു. ഞാൻ വീണ്ടും നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ പറയുന്ന ഒരു പക്ഷേ തമാശനായിരിക്കാം ശാപവാക്കുകൾ, വിശ്വാസത്തിന് ശക്തിയുള്ളതുപോലെ നിങ്ങൾ പറയുന്ന ശാപവാക്കുകൾക്കും ശക്തിയുണ്ട്. അതുകൊണ്ട് ഇന്ന് പകലിൽ പരിശുദ്ധാത്മ ഇടപെടുന്നു. ശാപവാക്കുകൾ മാത്രം പറഞ്ഞ് നിങ്ങളുടെ ഭവനത്തിൽ ഒന്നിനു പുറകെ ഒന്നായി പ്രതികൂലങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകലിൽ പരിശുദ്ധാത്മ ശക്തമായിട്ട് ഇടപെടുന്നു. അനേക ഭവനങ്ങൾ ശാപവാക്കുകൾ പറഞ്ഞ നിമിത്തമായിട്ടാണ് അനുഗ്രഹിക്കപ്പെടാതെ പോയത്, തലമുറകൾ അനുഗ്രഹിക്കപ്പെടാതെ പോയത്, ഗതി പിടിക്കാതെ പോയത്. അതുകൊണ്ട് അതിനകത്തുനിന്ന് പുറത്തു വരിക, വിശ്വാസം പറയാനായിട്ട് തുടങ്ങുക. കർത്താവ് പറഞ്ഞു, മത്തായി 17:21, നിങ്ങൾക്ക് കടുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും, നിങ്ങൾക്കൊന്നും അസാധ്യമാകത്തില്ല. വിശ്വാസം പറയുമ്പം സകലതും സാധ്യമായിട്ട് വെളിപ്പെട്ടു വരുവാനായിട്ട് ഇടയായിത്തീരും. സഹോദരങ്ങളെ, കഴിഞ്ഞ നാളിൽ നിങ്ങളുടെ ഹൃദയത്തിനകത്തെ വേദന നിമിത്തമായിട്ടായിരിക്കാം പലപ്പോഴും അവിശ്വാസത്തിൻ്റെ വാക്കുകൾ നിങ്ങൾ പറഞ്ഞു പോയത്. അല്ലെങ്കിൽ ഒരുപാട് പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യവും നടക്കാതെ ഇരുന്നപ്പോഴായിരിക്കാം അവിശ്വാസത്തിൻ്റെ വാക്കുകൾ അല്ലെങ്കിൽ ശാപവാക്കുകൾ പറഞ്ഞു പോയത്. എന്നാൽ ഇന്നു മുതൽ വിശ്വാസം പറയാനായിട്ട് തുടങ്ങുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇനി പ്രാർത്ഥിക്കാനായിട്ട് പോകുകയാണ്. ഒരുപാട് പേര് പ്രാർത്ഥനയ്ക്ക് ആവശ്യം ആയിട്ട് മുൻപിൽ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. പ്രാർത്ഥനയ്ക്ക് മുമ്പേ അത്ഭുത സാക്ഷ്യം നിങ്ങൾ കേൾക്കും. ഞാൻ അയർലൻഡിൽ നിന്നാണ്. ഞാൻ ഇങ്ങനെ ഒരു സാക്ഷ്യം പറയാനുള്ള ഒരു കാരണമെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ അതീവ സന്തോഷവതിയാണ്. കാരണം ഞാൻ ഭയങ്കരമായിട്ട് ഡിപ്രഷനിൽ, ഭയങ്കരമായിട്ട് നെഗറ്റീവൊക്കെ ആയി വളരെ വലിയൊരു വിഷമത്തിൽ നിന്ന സമയത്താണ് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ബിജു ജോൺ പാസ്റ്ററുടെ ഈ ഒരു കോണ്ടാക്ട് നമ്പർ എനിക്ക് തന്നത്. അപ്പം ഞാൻ അദ്ദേഹത്തിനെ വിളിക്കാനിടയായി. അപ്പോൾ ഞാൻ ഇവിടെ അയർലൻഡിൽ വന്നത് നേഴ്സായിട്ടാണ്.
പക്ഷേ എനിക്ക് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു എക്സാം ഇവിടെ പാസ്സാവാൻ സാധിക്കാണ്ട് വന്നു. അപ്പം എനിക്ക് ഇവിടെ കെയറായിട്ട് ജോലി ചെയ്യേണ്ടി വന്നു, ഇവിടുത്തെ HSC ആയിട്ട്. അതെന്നെ സംബന്ധിച്ച് വളരെ വലിയൊരു വിഷമത്തിൽ എന്നെ ആക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മൾ നേഴ്സായിട്ട് 10-12 വർഷത്തോളം വർക്ക് ചെയ്തിട്ട് നമ്മൾ അന്യനാട്ടിൽ അതിന് വേണ്ടിയിട്ട് വരിക, നമുക്ക് നമ്മുടെ പ്രൊഫഷനിലോട്ട് കയറാൻ പറ്റാണ്ട് വരിക, നമ്മൾ പിന്നെ HSC ആയിട്ട് വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് വളരെ വലിയൊരു, എന്നെ വളരെ വലുതായിട്ട് ഒരു ഡിപ്രഷനിലോട്ട്, നെഗറ്റീവിലോട്ട് കൊണ്ടുപോയൊരു അവസ്ഥയായിരുന്നു. വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അതെൻ്റെ സുഹൃത്തായ നിഷയ്ക്കത് മനസ്സിലായി. അപ്പോൾ പുള്ളിക്കാരിയാണ് എനിക്ക് ബിജു ജോൺ പാസ്റ്ററുടെ നമ്പർ വരുന്നത്. ഞാൻ പാസ്റ്ററെ വിളിച്ചപ്പോഴും എനിക്ക് യാതൊരു വിധ ഒരു ഇത് കിട്ടുമെന്നുള്ളൊരിത് എനിക്കില്ലായിരുന്നു. പക്ഷെ പാസ്റ്ററുടെ ആ ഒരു കുറച്ച് സംസാരം എന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തു. എനിക്കൊരു പ്രതീക്ഷ ഉണ്ടാക്കി, ഒരു പോസിറ്റീവ് തന്നു. പക്ഷേ ഞാൻ അതുപോലെ പ്രാർത്ഥിച്ചു. എനിക്ക് ആ പരീക്ഷയിൽ ഒരു അത്ഭുതമെന്ന് തന്നെ ഒരു മിറാക്കിൾ ഒരു വിജയമായിരുന്നു എൻ്റെത്. ഞാൻ പാസ്സായി. ഇപ്പം ഞാൻ എൻ്റെ ആ ഒരു കരിയർ, എൻ്റെ ഡ്രീമായിട്ടുള്ള എൻ്റെ കരിയറിലോട്ട് ഞാൻ കയറി. എനിക്കൊരുപാട് സന്തോഷമാണ്, ഒരുപാട് നന്ദിയാണ് ബിജു ജോൺ പാസ്റ്ററോട്, അതുപോലെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരോടും ഒരുപാട് നന്ദി. എത്ര പറഞ്ഞാലും തീരാത്ത നന്ദിയുണ്ട് എനിക്ക്. പരിശുദ്ധ ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ എപ്പിസോഡ് സപ്പോർട്ട് ചെയ്ത UK-യിലായിരിക്കുന്ന പ്രിയ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം വലിയൊരു അത്ഭുതം ആ കുടുംബത്തിന് വേണ്ടി ചെയ്താട്ടെ. വിദേശത്തിരുന്നു കൊണ്ട് വളരെ നിരാശയിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബമായിട്ട് ആ പ്രിയപ്പെട്ട ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കായിട്ട് ദൈവം ഒരു വലിയൊരു അത്ഭുതം ചെയ്യാനായിട്ട് പോവുകയാണ്. ഈ ദിവസങ്ങളിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട വാതിൽ വിദേശത്ത് ആയിരിക്കുന്നവർക്ക് വേണ്ടി സ്വർഗസ്ഥനായ ദൈവം തുറക്കാൻ പോകുന്നു. കടുത്ത തലവേദന നിമിത്തം കഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ജീവിതം ഈ ശുശ്രൂഷ നിമിത്തം വിടുവിക്കപ്പെടാനായിട്ട് പോകുകയാണ്. അതുപോലെ തന്നെ എന്ത് ആഹാരം കഴിച്ചാലും വയറ്റിൽ വേദന അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചില പ്രിയപ്പെട്ടവർ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ട് യേശു കർത്താവിൻ്റെ നാമത്തിൽ അത്ഭുത വിടുതൽ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മദ്യപാന നിമിത്തം കുടുംബത്തിൽ അസമാധാനം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ആരാണ് ആ നിലയിൽ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? സ്വർഗസ്ഥനായ ദൈവം ഇന്ന് നിങ്ങളുടെ ഭവനത്തെ വിടുവിക്കാൻ പോകുന്നു, സ്പർശിക്കാനായിട്ട് പോവുകയാണ്. യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇത്തരത്തിലുള്ള കുടുംബത്തിൽ വിടുതൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. വസ്തു സംബന്ധമായിട്ട് കേസിൽ അകപ്പെട്ടിരിക്കുന്ന ഒരു കുടുംബം ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ വരുന്ന ആഴ്ചകൾക്കുള്ളിൽ ഒരു പൂർണ്ണ മോചനം സ്വർഗസ്ഥനായ ദൈവം നിങ്ങളുടെ വിഷയത്തിൽ നൽകി തരാനായിട്ട് പോകുകയാണ്. അതുപോലെ തന്നെ ആരുടെ പ്രോപ്പർട്ടിയാണ് വിൽക്കാനായിട്ട് നോക്കിയിട്ടും അത് വിൽക്കാൻ കഴിയാതെ ഇരിക്കുകയാണ്. ഈ വരുന്ന ആഴ്ച നിങ്ങളുടെ വിഷയത്തിന് ഒരു മറുപടി ഉണ്ടാകാനായിട്ട് പോകുകയാണ്. ദേഹം മുഴുവൻ ചൊറിഞ്ഞു തടിച്ചിട്ട് അലർജി പോലെ ആയിരിക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ളവർ ഇപ്പോൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമായി കൊണ്ടിരിക്കുകയാണ്. അസ്ഥി സംബന്ധമായിട്ടുള്ള രോഗത്താൽ ഭാരപ്പെടുന്ന ഒരു വ്യക്തി ജീവിതം യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എല്ലാ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ അമേൻ. സഹോദരങ്ങൾ, ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി തീർന്നു നിങ്ങൾ വിശ്വസിക്കട്ടെ. അപ്പോൾ അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ചാനൽ വീണ്ടും കണ്ടുമുട്ടും വരെയും അത്യുന്നത ചിറന്മറവിൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സംരക്ഷിക്കുമാറാകട്ടെ. ഈ ശുശ്രൂഷയെക്കുറിച്ച് നിങ്ങളുടെ സ്നേഹിതന്മാരോടും പറയാൻ മടിക്കരുത്. ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ.